നമുക്ക് ഒന്നാം അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. സ്ത്രീകളിലെ പ്രകൃതിദത്തമായ ചില സവിശേഷതകളെ പുരുഷന്മാരുമായി താരതമ്യം ചെയ്തുകൊണ്ട് ചാണക്യൻ വിവരിക്കുന്ന ശ്ലോകമാണിത്. ഇത് അന്നത്തെ കാലഘട്ടത്തിലെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒന്നാം അധ്യായം ശ്ലോകം 16. സംസ്കൃത ശ്ലോകം. സ്ത്രീണാം ദ്വിഗുണാഹാരോ ബുദ്ധിസ്താസാം ചതുർഗുണ സാഹസം ഷഡ്ഗുണം ചൈവ കാമോ അഷ്ടഗുണ ഉച്യതേ. പദാനുപദ അർത്ഥം. സ്ത്രീണാം സ്ത്രീകൾക്ക് ദ്വിഗുണഃ ആഹാരഃ പുരുഷന്മാരെക്കാൾ ഇരട്ടി 2 മടങ്ങ് ആഹാരം, ശക്തി അഥവാ കഴിവ്, ബുദ്ധിഃ താസാം അവരുടെ ബുദ്ധി, ചതുർഗുണ 4 മടങ്ങ്, സാഹസം ധൈര്യം അഥവാ സാഹസികത, ഷഡ്ഗുണം 6 മടങ്ങ്, ച ഏവ കൂടാതെ, കാമഃ വികാരം അഥവാ ആഗ്രഹം, അഷ്ടഗുണഃ 8 മടങ്ങ്, ഉച്യതേ പറയപ്പെടുന്നു. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. ഈ ശ്ലോകം സ്ത്രീകളെ കുറച്ചു കാണാനല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ പ്രഭാവത്തെ പൊട്ടൻഷ്യൽ വ്യക്തമാക്കാനാണ് ചാണക്യൻ ശ്രമിക്കുന്നത്. ആഹാരം ശാരീരികമായ അധ്വാനത്തിനുള്ള ശേഷി. ബുദ്ധി പ്രതിസന്ധികളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ള പ്രാപ്തി. സാഹസം പ്രസവം പോലുള്ള കഠിനമായ വേദനകളെയും ജീവിതത്തിലെ വെല്ലുവിളികളെയും നേരിടാനുള്ള മാനസിക ധൈര്യം. കാമം. ഇവിടെ കാമം എന്നത് കേവലം ശാരീരിക മോഹം മാത്രമല്ല, മറിച്ച് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള തീവ്രമായ ആഗ്രഹത്തെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. 2. ആത്മീയ അർത്ഥം. സ്ത്രീയെ ശക്തിസ്വരൂപമായാണ് ഭാരതീയ ദർശനം കാണുന്നത്. പ്രകൃതിക്ക് പുരുഷനേക്കാൾ കൂടുതൽ സൃഷ്ടിപരമായ കഴിവുണ്ടെന്ന തത്വമാണിവിടെ കാണുന്നത്. ഈ ഗുണങ്ങളെല്ലാം ശരിയായ രീതിയിൽ, അതായത് ധർമ്മനിഷ്ഠമായി വിനിയോഗിച്ചാൽ ഒരു സ്ത്രീക്ക് ലോകത്തെ തന്നെ മാറ്റാൻ കഴിയുമെന്നും തെറ്റായ രീതിയിലായാൽ അത് വലിയ നാശത്തിന് കാരണമാകുമെന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ഉപദേശം. സ്ത്രീ ശക്തിയെ കുറച്ച് കാണരുത്. ബുദ്ധിയും ധൈര്യവും സ്ത്രീകളിൽ സഹജമാണ്. ഒരു കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഭരണചക്രം തിരിക്കാൻ സ്ത്രീകൾക്ക് വലിയ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ബഹുമാനിക്കണം. അതേസമയം തന്നിലുള്ള ഈ വലിയ ഊർജത്തെ വിവേകത്തോടെ നിയന്ത്രിക്കാൻ ഓരോ സ്ത്രീയും ശ്രദ്ധിക്കണം. ഗുണപാഠ കഥ. പാണ്ഡവപത്നി ദ്രൗപദി. മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ ജീവിതം ഈ ശ്ലോകത്തിന് വലിയൊരു ഉദാഹരണമാണ്. പാണ്ഡവർ പോലും തളർന്നുപോയ സന്ദർഭങ്ങളിൽ ദ്രൗപദി തൻ്റെ ബുദ്ധിയും സാഹസവും കൊണ്ട് അവരെ മുന്നോട്ട് നയിച്ചു. കൗരവ സഭയിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ അവൾ കാണിച്ച ധൈര്യം പുരുഷന്മാരെക്കാൾ എത്രയോ മടങ്ങായിരുന്നു. തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കാനുള്ള അവളുടെ മനക്കരുത്ത് ചാണക്യൻ പറഞ്ഞ ഷഡ്ഗുണ സാഹസം എന്നതിന് തെളിവാണ്. ഒന്നാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ശ്ലോകവും ജീവിതത്തിലെ ഓരോ വലിയ പാഠങ്ങളായിരുന്നു. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് കടക്കാം. 2-ാം അധ്യായം തുടങ്ങുന്നത് സത്യം, ദയ, തപസ് എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് തുടരാം.